നമസ്കാരം. ഫ്രെയിം ടു ഫ്രെയിമിൻ്റെ കഥ പറയുമ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രായവും കടലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കരുതും പ്രായവും കടലും തമ്മിൽ എന്ത് ബന്ധമാണെന്ന്. പല പ്രായത്തിലുള്ളവരെ കടൽ വ്യത്യസ്തമായ രീതിയിലാണ് ആകർഷിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഭാമ എന്ന പെൺകുട്ടിയുടെ കാര്യമാണ്. ഈ ഭാമ ഒഴിവ് സമയങ്ങളിലൊക്കെ കടൽ ആസ്വദിക്കാൻ അല്ലെങ്കിൽ കടലുമായിട്ട് സംവേദിക്കാൻ കടൽക്കരയിൽ എത്താറുണ്ട്. അങ്ങനെ ഈ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ഭാമ കടൽക്കരയിൽ കടലിനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ തടയുന്നു. ഭാമ നോക്കുമ്പോൾ കാണുന്നത് ആൺ രൂപത്തിലുള്ള ഒരു മരപ്പാവയാണ്. ഈ മരപ്പാവയുടെ ഭംഗി കണ്ട് ഭാമ അത് കൈവശപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു രാത്രിയിൽ എവിടെ നിന്നോ ഒരു പ്രകാശം തൻ്റെ കണ്ണിലേക്ക് വന്ന് വീഴുകയും ഈ പ്രകാശത്തിൻ്റെ ഉറവിടം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഭാമയ്ക്ക് മുന്നിൽ ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയത് കടലിൽ നിന്നാണ്, ഇപ്പോൾ ഗന്ധർവനിൽ എത്തി നിൽക്കുന്നു. മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരന്മാരിൽ ഒരാളാണ് ശ്രീ പത്മരാജൻ. കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയ ശ്രീ പത്മരാജൻ്റെ അവസാനത്തെ ചിത്രമാണ് ഞാൻ ഗന്ധർവൻ. ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ഈ മനോഹരമായ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും. അക്ഷരാർത്ഥത്തിൽ ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറയുന്ന അദ്ദേഹം ഗുഡ് നൈറ്റ് ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ഈ സിനിമ തിയേറ്ററുകളിൽ കാശ് വാരി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇന്നും സിനിമയെ സ്നേഹിക്കുന്ന മലയാളികളുടെ മനസ്സിൽ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. നിതീഷ് ഭരദ്വാജ് എന്ന് പറയുന്ന നടനുണ്ട്. സുപർണ എന്ന് പറയുന്ന നടിയുണ്ട്. അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുമുണ്ട്. അന്തരിച്ചുപോയ ശ്രീമതി ഫിലോമിന ഒരു മുത്തശ്ശിയുടെ വേഷം ചെയ്തുകൊണ്ട് കാലുമൊക്കെ നീട്ടിവെച്ച് മുറുക്കാൻ ചവച്ച് തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന, ഇടയ്ക്കിടയ്ക്ക് സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിക്കുന്ന, ദേഷ്യപ്പെടുന്ന ആ മുത്തശ്ശിയെ അനശ്വരമാക്കി ശ്രീമതി ഫിലോമിന. അതുപോലെ മുൻ മന്ത്രിയും നടനുമായ ശ്രീ KB ഗണേഷ് കുമാർ, ശ്രീ MG സോമൻ തുടങ്ങി ഒരു വലിയ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ പത്മരാജൻ്റെ തിരക്കഥയും സംവിധാനവും എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യം ജോൺസൺ മാഷിൻ്റെ സംഗീതമാണ്. ഈ സിനിമയിലെ ഗാനങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി സൂപ്പർ ഹിറ്റുകളായി മാറി. സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വലിയൊരു വിജയം പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചില്ലെങ്കിലും ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിലെ ഗാനങ്ങളെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത അനുഭൂതി പകരുന്ന ഗാനങ്ങളാണ്. ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനങ്ങളാണ് ഈ സിനിമയിൽ ശ്രീ ജോൺസൺ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. യേശുദാസും KS ചിത്രയുമാണ് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. യേശുദാസിൻ്റെ കുറേ ഗാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മനോഹരമായ ഒരു ഗാനമെന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും രാഗമാലികയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ
ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോരെ ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ. ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ വരവല്ലകി തേടും ആ വരവല്ലകി തേടും പ്രിയരാഗ പഞ്ചമങ്ങൾ സ്നേഹസാന്ദ്രമാകുമീ വേളയിൽ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ ഈ ഗാനം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചില നിമിഷങ്ങളിൽ നമ്മൾ കണ്ണടച്ച് ആ ഗന്ധർവൻ്റെ വരവും ഭാമയുടെ കാത്തിരിപ്പും എല്ലാം നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ശ്രീ പത്മരാജൻ ആ ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചു വച്ചിരിക്കുന്നത്. ശ്രീ വേണുവാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഛായാഗ്രാഹകൻ. ഗന്ധർവൻ വരുന്നതും ഭാമയുടെ സന്തോഷവും കാത്തിരിപ്പും എല്ലാം എന്ത് മനോഹരമായാണ് വേണു തൻ്റെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് അഭ്രപാളികളിൽ എത്തിച്ചത്. അതുപോലെ തന്നെ മികച്ച ഒരു എഡിറ്റിംഗ് ശ്രീ ബി ലെനിൻ ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മേക്കപ്പാണ്. ശ്രീ ബാലകൃഷ്ണനാണ് ഈ സിനിമയുടെ മേക്കപ്പ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വസ്ത്രാലങ്കാരം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടനും പ്രശസ്ത കോസ്റ്റ്യൂമറുമായ ശ്രീ ഇന്ദ്രൻസാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരിക്കുന്നത്. എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂമും അതുപോലെ മേക്കപ്പും. ഈ സിനിമയുടെ പോസ്റ്ററുകൾ ആ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, മനോഹരമായ പോസ്റ്ററുകളായിരുന്നു. ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞിട്ട് നിതീഷ് ഭരദ്വാജിൻ്റെയും മറ്റും സുവർണയുടെയൊക്കെ പടങ്ങൾ വെച്ചിട്ട് മനോഹരമായ പോസ്റ്ററുകൾ. ഈ പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്തത് സാബു കൊളോണിയ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ മിടുക്കനായ ഒരു പരസ്യ കലാകാരനാണ്. ക്യാമറയ്ക്കും എഡിറ്റിങ്ങിനുമൊക്കെ അതിൻ്റേതായ പ്രാധാന്യം എന്ന് പറയുന്നത് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ ഒരു പ്രത്യേക മൂഡാണ്. നമ്മൾ കാണുന്ന ഒരു സാധാരണ കുടുംബ ചിത്രത്തിനപ്പുറം ഒരു ഫാൻറ്റസിയാണ് ഇത്. ഈ ഫാൻറ്റസി എന്ന് പറയുമ്പോൾ തന്നെ അതിനെ കണക്ട് ചെയ്തിട്ട് ഈ സിനിമയുടെ കലാസംവിധാനം ഉണ്ട്. ഇത് നമുക്കറിയാം, ഗുരു എന്ന് പറയുന്ന ഒരു വലിയ മികച്ച കലാസൃഷ്ടി നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകനും കലാസംവിധായകനുമാണ് ശ്രീ രാജീവ് അഞ്ചൽ. ഈ ഗന്ധർവൻ വരുന്നത് ഒരു പാലയിലാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആ പാല, ആ വാക്ക് വെച്ച് തന്നെ പാലപ്പൂവേ നിന്തിരുമംഗല്യത്താലിതരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ എന്ന് തുടങ്ങുന്ന ഒരു മനോഹര ഗാനം കൈതപ്ര നമ്പൂതിരി എഴുതി ജോൺസൺ മാഷ് ഈണം ചെയ്ത് ചിത്ര പാടിയ ഒരു പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാപ്പി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാലപ്പൂവേ നിന്തിരു മംഗല്യത്താലി തരൂ, എന്ത് ശ്രേഷ്ഠമായ മനോഹരമായ വരിയാണ്, സങ്കല്പമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, പാലപ്പൂവിനോട് നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീയൻ നീഹാര കോടി തരൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യവും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യം ഈ സിനിമയ്ക്കകത്തില്ല. രാജീവ് അഞ്ചലിൻ്റെ മികച്ച കലാസംവിധാനം, ആ പാലമരം, നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിന്, സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം, ഷൂട്ടിങ്ങിന് നമുക്ക്
നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മരം വേണം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിരക്കഥയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ മരം അങ്ങനെ അവിടെ ഉണ്ടാകണം എന്നില്ല. പല സിനിമകളിലും പല കലാസംവിധായകരും അത് റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു മരം ഉണ്ടാക്കി വെച്ചതോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തു നിന്ന് പറിച്ച് അവിടെ നട്ട് അതിനെ ആ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഒക്കെ ആവാം. അതുപോലെയാണ് ഈ പാലമരം അവിടെ രാജീവ് അഞ്ചലിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. നമുക്കറിയാം പാലമരം എന്ന് പറയുന്നത് സിനിമയിൽ ഏറ്റവും കൂടുതൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ് ആ പാലമരം നിൽക്കുന്ന ആ സ്ഥലം. അപ്പോൾ രാജീവ് അഞ്ചൽ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. അത്ര മനോഹരമായ ആ സിനിമയുമായി, ആ സിനിമയുടെ കഥയുമായി കലാസംവിധാനം വളരെ മികച്ച രീതിയിൽ ബ്ലെൻഡായിട്ടുണ്ട്. ഗാനരചനയും സംഗീതവും അതുപോലെ എഡിറ്റിങ്ങും ക്യാമറയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് മനോഹരമായ ഒരു കലാസൃഷ്ടി സംഭവിക്കുന്നത്. എക്കാലത്തെ മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു പത്മരാജൻ സാറിൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ഈ സിനിമ. അദ്ദേഹം ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ വരച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്. ഒരു സമയത്ത് ഭാമ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ ആ ഗന്ധർവൻ ഗന്ധർവലോകത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു സീനുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഈ ചലച്ചിത്രവും മനോഹരമായ ഒരുപാട് കഥകളും നമ്മുടെ മനസ്സിലേക്ക് കോറിയിട്ട ഗന്ധർവൻ ശ്രീ പത്മരാജൻ ഗന്ധർവലോകത്തേക്ക് കടന്നുപോയ ഒരു സിനിമയായിരുന്നു ഞാൻ ഗന്ധർവൻ. ഈ സിനിമയുടെ വർക്കുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഗന്ധർവലോകത്തേക്ക് തിരിച്ചു പോയത്. നമ്മളെ എല്ലാവരെയും, സിനിമാ പ്രേമികളെ, കഥ ഇഷ്ടപ്പെടുന്നവരെ, സാഹിത്യം ഇഷ്ടപ്പെടുന്നവരെയൊക്കെ നിത്യ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് പത്മരാജൻ കടന്നുപോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരികളും വാക്കുകളും സിനിമയും തിരക്കഥയുമെല്ലാം ഇന്നും നമ്മളിലൂടെ, സിനിമയെ സ്നേഹിക്കുന്നവരിലൂടെ ഇവിടെ നിലനിൽക്കുന്നു. ഫ്രെയിം ടു ഫ്രെയിമിൻ്റെ കഥ പറയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.